കുന്നംകുളത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. സഹപാഠികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോൾ ചരൽ തെറിപ്പിച്ചു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ആർത്താറ്റ് ഹോളി ക്രോസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കുത്തൂരിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ മകൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ മണ്ണ് പാറിയെന്ന് പറഞ്ഞ കാരണം പറഞ്ഞപ്പോൾ വൈസ് പ്രിൻസിപ്പാൾ അച്ഛൻ അവനെ ചെവി തൂക്കി പിടിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അവിടെ കൊണ്ടുപോയി അകാരമായി പീഡിപ്പിച്ചു. വടി പൊട്ടുന്ന വരെ കുട്ടീനെ അടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം കയ്യുമ്മ നുള്ളിയിട്ട് തോലെടുത്ത് കളഞ്ഞു. ഇത് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മൊഴിയെടുപ്പ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. CAയുടെ ഓഫീസിലും മൊഴിയെടുപ്പും FIRും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൂരജ് സജ്ജീകരണമുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ക്രൂരമായ ഒരു സംഭവം സ്വാഭാവികമായി കളിക്കുമ്പോൾ ചരല് തെറിക്കും, മണ്ണ് തെറിക്കും, ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിന് ആണ് ഇപ്പോൾ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനം, നുള്ളി തൊലി മാറിപ്പോയി എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? 4ാം ക്ലാസ്സുകാരൻ ഈ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് ഈ സഹപാഠികൾക്ക് മേലിലേക്ക് ഈ ചരൽ തെറിക്കുന്നതും പിന്നീട് അതിൻ്റെ പേരിൽ കുട്ടിക്ക് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്നുള്ളതുമാണ് കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. കുന്നംകുളം ആർത്താറ്റ് ഹോളി ക്രോസ് വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയും കുടുംബവുമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായത് ജനുവരി 16 വ്യാഴാഴ്ചയായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് ഈ സഹപാഠികൾക്കൊപ്പം ഈ കുട്ടി കളിക്കുന്നതിനിടയിൽ ചരൽ തെറിക്കുന്നു. ഇത് കണ്ടുനിന്ന വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കൂത്തൂർ കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ ചെവിയിൽ പിടിച്ച് 100 മീറ്ററോളം വലിച്ചിഴച്ച സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് വടികൊണ്ട് കുഞ്ഞിൻ്റെ ദേഹമാസകലം അടിച്ചു എന്നുള്ളതും പിന്നീട് ഈ കയ്യിലെ തൊലി അടക്കം കയ്യിൽ നുള്ളുകയും ആ തൊലി അടക്കം അടർന്നു പോയി എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ ഈ തൊലി അടർന്നു പോയതും വ്യക്തമാണ്. തുടർന്ന് കുടുംബം ഈ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടി വീട്ടിലെത്തിയതോടുകൂടി ദേഹമാസകലം വലിയ രീതിയിൽ വേദന അനുഭവപ്പെട്ടതോടുകൂടിയാണ് ഈ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും കുന്നംകുളം പോലീസിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വൈദികനായ അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈനും തുടർ നടപടികൾ, അതായത് കുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ചൈൽഡ് ലൈനും തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കീർത്തന, ശരി, എന്തായാലും നിർഭാഗ്യകരമായ സംഭവമാണ്. ചെറിയ കുഞ്ഞാണ്, കളിച്ചതിനിടയിൽ മണ്ണ് തെറിപ്പിച്ചു എന്നുള്ള ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടിക്ക് നേരെ ക്രൂരമർദ്ദനം ഉണ്ടായത്. 4 വയസ്സുകാരനായ കുഞ്ഞെന്നൊക്കെ പറയുമ്പോഴേ പൂവ് പോലെ മൃദുലമായ ശരീരമാണ്. മാത്രമല്ല എനിക്ക് മനസ്സിലാകാത്തത് ഒരു വൈദികൻ കൂടിയാണ്. സ്നേഹത്തിന്റെ സന്ദേശം എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും തന്നെ മറ്റുള്ളവരോട് പറയുന്ന ഒരു വ്യക്തി കൂടി അതെങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെല്ലാം തരം വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.